അഭിരാം സാർ, അഭിരാം സാർ. നിങ്ങളായിരുന്നു സാർ. വരൂ വരൂ, ഇരിക്കൂ. ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇങ്ങോട്ട് ഇരിക്കാം സാർ. അത് സാരല്ല. ഇതെന്റെ അച്ഛൻ, ഇത് അമ്മ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ ഏട്ടനും ഏടത്തി. നമസ്കാരം. അച്ഛാ, ഇദ്ദേഹത്തിന്റെ പേര് സുബ്രഹ്മണ്യം. ഇദ്ദേഹത്തിന്റെ ഈവന്റാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇരിക്കണം. സാരമില്ല സാർ. അഭിരാം സാർ ഇവിടെയില്ലേ? ഹലോ സാർ. ഫൈൻ. ഇരിക്കൂ. കുഴപ്പമില്ല സാർ. എന്താ വിശേഷിച്ച്? സാറിന് തരാതെ സാറിന്റെ അനിയന് ഞങ്ങൾ ഈവന്റ് ചെയ്യാൻ കൊടുത്തതിന് ഒരു പാടും പെട്ടു. സാറ് തന്നെ വെൽ ഡൺ അഭിരാം സാർ. സൂപ്പർ. നിങ്ങളുടെ സാമർത്ഥ്യത്തിന് എന്റെ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ടാലന്റിന് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. എന്താ അഖിൽ, നിന്റെ ഏട്ടനെ പേര് പറഞ്ഞ് വിളിക്കുന്നോ? ഓ സോറി, വസുന്ധര മാഡം. എന്റെ ഏട്ടൻ തന്നെ അല്ലേ? നിങ്ങള് എന്റെ ഏടത്തി തന്നെ അല്ലേ? എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ അച്ഛൻ ഞാൻ സംസാരിക്കണ്ടേ? ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പേരും പ്രശസ്തിയും പണവും ഒക്കെ സമ്പാദിക്കണമെന്ന് പറഞ്ഞത് ദേ ഇവര് തന്നെയാ, ഈ നിൽക്കുന്ന മാഡം. ഈവന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവരോട് കാശ് ചോദിച്ചപ്പോ ഏട്ടനോട് കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതും ഇവര് തന്നെയാ. ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ ജീവിതത്തിൽ മുന്നേറുന്നത് തീരെ ഇഷ്ടമല്ല.
പിന്നെ എന്നില് ഒട്ടും തന്നെ വിശ്വാസവും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് ഈവന്റ് ചെയ്യാന്ന് പറഞ്ഞ എന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്നും പറയും. ഓക്കെ, ഇവരെന്നെ സഹായിച്ചില്ലെങ്കിൽ എന്താ? ഞാൻ തന്നെ കഷ്ടപ്പെട്ടെല്ലാം ചെയ്യാന്ന് വിചാരിച്ച് ഈ വീടിന്റെ പ്രമാണം പണയം വെച്ച് ആവശ്യമുള്ള കാശ് എടുക്കാന്ന് വിചാരിച്ചപ്പോ നിങ്ങളും പിന്നെ നിങ്ങളും അങ്ങനെ എല്ലാരും കൂടി ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും കൂടി സൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു അല്ലേ? അതെല്ലാം ഞാൻ മറന്നിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പുറത്തുള്ള എന്റെ ഫ്രണ്ട്സിനോട് നാണം കെട്ട് കാശ് മേടിച്ച് നാളെ നടക്കാൻ പോകുന്ന ഈവന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഞാൻ കരുതിയപ്പോ ദേ ഇദ്ദേഹം എനിക്ക് വന്ന ആ ഈവന്റ് നോക്ക് ഇങ്ങോട്ട് തന്നിട്ട് അതങ്ങ് തിരിച്ചെടുത്ത് കളഞ്ഞു. ഞാൻ എന്ത് തട്ടിയെടുത്തെന്ന് അഖിൽ? നിന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ലേ അയാൾ എന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞത്. ഞാൻ ഓക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ നിർബന്ധിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഞാൻ ഏട്ടന് അത്ര ബുദ്ധിശാലിയൊന്നും അല്ലെങ്കിലും വെറും പൊട്ടനായിട്ട് മന്ദബുദ്ധിയായിട്ട് എന്നെ കാണണ്ട. ഞാൻ സ്വന്തമായിട്ട് ഈ ഈവന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം നിങ്ങൾ കളിച്ച നാടകമാണെന്നുള്ള സത്യം മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ഞാനൊരു മണ്ടനൊന്നും അല്ല. എന്താകിൽ നീ അഭിനയം എന്നൊക്കെ പറയുന്നത്? നിന്റെ ഏട്ടൻ അതിന്റെ ആവശ്യം എന്താണ്? എന്തിനാണെന്നോ? ഞാൻ നന്നാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ ഏടത്തി. ഏട്ടൻ കളിച്ച ഈ നാടകത്തില് നിങ്ങൾ ഒരിക്കൽ തിരക്കഥയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നോട് വലിയ ദ്രോഹ ചെയ്തു. നാളെ ഞാൻ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചത് അമ്മയുടെ അച്ഛന്റെ സ്ഥാനത്ത് ഏട്ടനും ഏട്ടത്തി ഉണ്ടെന്നും എനിക്ക് നല്ലത് മാത്രം പറയണമെന്നും ഞാൻ ഉയരണമെന്നും നല്ല ഭാവി ഉണ്ടാകണമെന്നും ഒക്കെ നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിക്കുമെന്നും ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. സത്യമായി നിങ്ങൾ എന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂന്നാ ഇതുവരെ ഞാൻ കരുതിയത്. എന്നാ ഇപ്പോഴാ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കൊടും വിഷം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇല്ല അഖിൽ, അഭിയും വസുവും അങ്ങനെയല്ല. നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും അത്രയും വലിയൊരു ഇവന്റ് ചെയ്താൽ നിനക്ക് നഷ്ടം വരും എന്നുള്ളത് കൊണ്ടാ പതുക്കെ പതുക്കെ നീ ഓരോ പടിയായി ഉയർന്നു വരണമെന്നും അവര് വിചാരിക്കുന്നത്. അതുപോട്ടെ, ഒരിക്കൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഈവന്റ് ചെയ്യാൻ ശ്രമിച്ചതല്ലേ?
എന്നിട്ട് എന്തായി? കാർത്തിക കാരണം 50 ലക്ഷം രൂപയാണ് ലോസ് ആയത്. ആ കാര്യം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ബിസിനസ് ആവുമ്പോ നഷ്ടം വരാതിരിക്കോ അബി? നീ എന്താ ഒക്കെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നേ? പ്രതീക്ഷിക്കാതെ വരുന്ന നഷ്ടം പോലെ അല്ല, നഷ്ടം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ. ചെറിയ കുളത്തിൽ വേണം ആദ്യം നീന്തൽ പഠിക്കേണ്ടത്, അല്ലാതെ ആദ്യമേ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടണമെന്ന് പറഞ്ഞാ ഇരിക്കണമായിരിക്കും അല്ലേ? അതല്ലേ ശരി. നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നോട് പറയായിരുന്നല്ലോ. ഇങ്ങനെ വളഞ്ഞ വഴി കൂടി ചെയ്യണ്ടായിരുന്നു. നീ കരുതുന്ന പോലെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. പക്ഷെ നിന്റെ ഏട്ടനെ കുറിച്ച് നിനക്കറിയില്ലേ? എനിക്കറിയാമായിരുന്നു എന്റെ ഏട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല ഏടത്തി. നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഏട്ടൻ ആകെ മാറി. നിങ്ങളാ എന്റെ ഏട്ടനെ മാറ്റിയെടുത്തത്. അതെ അബി, ഇതുവരെ നിങ്ങൾ 3 പേരും എത്ര നന്നായിട്ട് ഇരുന്നതാ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ. ഇതൊക്കെ ഈ വസുകാരനല്ലേ? നിർത്ത സുമംഗലേ, അവനൊന്നും മാറിയിട്ടില്ല. നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയണ്ട. എന്താ അച്ഛാ മാറിയില്ലെന്ന് പറയാം? അടിമകള് സാർ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അനുസരിക്കണം. എന്താടാ അഖിൽ, ഇത് നമ്മുടെ വീട് തന്നെയാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? ആരെപ്പറ്റിയാടാ നീ കുറ്റം പറയുന്നത്? കൈപ്പേറിയ സത്യം പറയുമ്പോ അച്ഛനത് കുറ്റമായിട്ടാണ് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അച്ഛാ. എനിക്ക് വേണ്ടി സംസാരിക്കാനും നല്ലത് മാത്രം ചിന്തിക്കാനും ഒക്കെ എന്റെ ഭാര്യ അല്ലാതെ ഈ വീട്ടിലെ മറ്റാരുമില്ല. അതെനിക്ക് മനസ്സിലായ കാര്യമാ. എന്തിന് അവസാനം എന്റെ അച്ഛനും അമ്മയും പോലും എന്റെ കൂടെ നിൽക്കുന്നില്ല. അതെ ഏട്ടാ, നമ്മളിവിടെ ഒറ്റപ്പെട്ടിരിക്കുക, സ്വന്തം കുടുംബക്കാർക്കിടയിൽ അനാഥരായിരിക്കുക. ഇതിനു മുന്നേ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കാർത്തിക. ഇപ്പൊ എല്ലാം മനസ്സിലാക്കിയാലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാ ഞാനും പാവം വല്യേട്ടനെ പോലെ ബിഗ് സീറോയാ. അത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ഇറ്റ് അഖിൽ. സംസാരിച്ചത് മതി. നിനക്ക് വേദനയാണോ അതോ ദേഷ്യമാണോ വരുന്നതെന്ന് എനിക്കറിയില്ല.
എന്നാൽ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിങ്ങൾക്ക് ബോസുമല്ല, നിങ്ങളാരും എൻ്റെ അടിമകളുമല്ല. നിങ്ങളാരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. അപ്പോഴേ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛന് ശേഷം ായിട്ടായിരിക്കും തോന്നുക. നമ്മുടെ അഖില് വലിയൊരു ബോംബാ കൊണ്ടുവന്നിട്ടത്. നല്ല സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അതെ ആന്റി, ഇനി ഇതിന് എന്താട്ടാ അഖില് പറഞ്ഞ കാര്യോർത്ത് വിഷമിക്കാണോ? ഇല്ല ഭാവനെ, അഖിലിന്റെ കാര്യത്തിൽ അഭിയും വസവും കാണിക്കുന്നത് കണ്ടിട്ടാ എനിക്ക് വിഷമം. എന്തായി പറയുന്നേ? അവരെന്ത് ചെയ്താലും അത് അഖിലിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? അഖിലിന് നല്ലത് വരണമെന്നാണ് അഭിയും വസവും ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ ഫ്രീ ആയിട്ട് വിടണം. അഖിലിനെ വളരാൻ അനുവദിക്കേണ്ടത്, എൻകറേജ് ചെയ്യണം. അങ്ങനെ ചെയ്യാതെ അവൻ ഇവന്റ് ചെയ്യാനും അനുവദിക്കില്ല, പണം കൊടുത്ത് സഹായിക്കയില്ല. ഇപ്പൊ അവന് വന്നിരിക്കുന്ന ഇവന്റ് അഭി ഏറ്റെടുത്തിരിക്കുക. ഇങ്ങനെയാണോ നല്ലത് ചെയ്യുന്നേ? എന്താ ഇത്? ഭാസ്കരേട്ടനും അഭിയേട്ടനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. ഏട്ടൻ അഭിയെയും വസുവിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും അത്രയും വലിയൊരു ഇവന്റ് ചെയ്താൽ നഷ്ടം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടാ അഭിയും വസു അത് വേണ്ടെന്ന് പറഞ്ഞത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ആകാശത്ത് പൊട്ടി വീഴുന്നതാണോ? ഇതുപോലെ എന്തെങ്കിലും ചെയ്താലേ ഉണ്ടാവുള്ളൂ. അഖിലിനൊരു അവസരം കൊടുത്താലല്ലേ അവനും എല്ലാം പഠിക്കത്തുള്ളൂ. ശരിയായിട്ടാ, പക്ഷെ ആദ്യം തന്നെ 100 പടി കയറാൻ നോക്കിയാ എങ്ങനെയാ? ഓരോ പടിയായിട്ടല്ലേ കയറേണ്ടത്. അതിന്റെ ആവശ്യം എന്താ ഭാവനെ? അഭി അഖിലിന്റെ ഒപ്പം നടന്ന അവന് വഴികാട്ടിയല്ലേ വേണ്ടത്. അഖില് മുന്നേറാനായിട്ട് അഭിക്ക് ഒരു താല്പര്യമില്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്.
എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാ അഖില് പിന്നെ എന്തായിരിക്കും പറയാൻ പോകുന്നേ? അതാ ഞാനും പറയുന്നേ. എനിക്കിങ്ങനെ ഫീൽ ആയിട്ടുണ്ടെങ്കിൽ അഖിലിന് എത്രമാത്രം ഫീൽ ആയിട്ടുണ്ടാവും. അഖിൽ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നേ. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ? അബിയെ കുറിച്ച് എന്നെക്കാളും ഏട്ടനല്ലേ കൂടുതൽ അറിയാവുന്നേ? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഭാവനെ. അബി ആളാകെ മാറിപ്പോയി. അവൻ ഒരുപാട് മാറിപ്പോയി. അല്ലേ ഇന്ന് ഏട്ടൻ സ്വന്തമായി ഈവന്റ് നടത്തിക്കൊണ്ടു പോകുന്നത്? നിന്റെ എൻകറേജ്മെന്റ് ആദ്യം മുതൽ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അബിയേക്കാളും മുന്നേറിയെന്ന് അറിയാമോ? ഈ വീട്ടിലെ മൂത്ത ആൺകുട്ടി എന്ന നിലയിലും ഓഫീസിലെ സീനിയർ പേഴ്സൺ എന്ന നിലയിലും എനിക്കൊരു